സ്റ്റുഡൻസ്, എന്റെ പേര് സിറു റസാഖ്. ഞാൻ നിങ്ങൾക്ക് ബിസിനസ് റെഗുലേഷൻ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് ക്ലാസ്സസിലായിട്ട് ബിസിനസ് റെഗുലേഷനിൽ കോൺട്രാക്ട് എന്താണ്, എഗ്രിമെന്റ് എന്താണ് എന്ന് തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. എഗ്രിമെന്റും അതിന്റെ നിയമസാധ്യതയും കൂടി കൂടിയാലാണ് എന്തുണ്ടാവുക, കോൺട്രാക്ട് ആവുക. സോ എന്താണ് എഗ്രിമെന്റ്? എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ഓഫറും അതിന്റെ ആക്സെപ്റ്റൻസും കൂടിയാലാണ് എഗ്രിമെന്റ് ആവുക. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഓഫർ. ഓഫറും അതിന്റെ ആക്സെപ്റ്റൻസും ഉണ്ടെങ്കിൽ മാത്രമേ എഗ്രിമെന്റ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ഓഫർ? അതാണ് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഓഫർ ഇംഗ്ലീഷ് ലോയിലാണ് ഓഫർ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പ്രകാരം നമ്മൾ ഇതിന് വേറെ ഒരു സിനോണിമസ് ആയിട്ടുള്ള ഒരു പേരാണ് പറയുന്നത്. ദാറ്റ് ഈസ് പ്രപ്പോസൽ. ഓക്കെ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നത് പ്രപ്പോസൽ ആണ്. ദെൻ ഇംഗ്ലീഷ് ലോ പ്രകാരമാണ് ഓഫർ പറയുന്നത്. സോ നമുക്ക് എന്താണ് ഓഫർ എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ഓഫേഴ്സ് കേട്ടിട്ടുണ്ട്, അറിയാലോ. എന്താണ്, ഞാനിപ്പോ പറയാണ്, വിൽ യു പർച്ചേസ് മൈ കാർ ഫോർ ₹5 lakhs? എന്റെ കാർ നീ വാങ്ങുമോ? ₹5 lakhs തന്നാ മതി. ഓക്കെ, അതൊരു ഓഫറാണ് അല്ലെ. അയാൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒരു ഓഫർ ആയിട്ട് പറയാം. സോ ഓഫറിന് നമുക്ക് സെക്ഷൻ 2 സബ്സെക്ഷൻ എ പ്രകാരം നല്ലൊരു ക്ലിയർ കട്ട് ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ആ ഡെഫിനിഷൻ പറയുന്നതിന്റെ മുന്നേ ഞാൻ രണ്ട് ചെറിയ എക്സാമ്പിൾസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ, എ ആൻഡ് ബി. രണ്ട് പേരുണ്ട്, ഒരാൾ എയും ഒരാൾ ബിയും. ഓക്കെ, എയുടെ കയ്യിൽ ഒരു ഇന്നോവ കാർ ഉണ്ട്. ഓക്കെ, ബി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യാണ്, ഒരു കാറ് വാങ്ങാനായിട്ട് നടക്കുകയാണ്. അത് എക്ക് അറിയാം, പരിചയമുള്ള ആളുകളാണ്. അപ്പൊ എ പറയാണ്, വിൽ യു പർച്ചേസ് മൈ കാർ ഫോർ ₹5 lakhs? എന്താണ്, നിനക്ക് എന്ത് ചെയ്യാം, എന്റെ കയ്യിൽ ഒരു കാർ ഉണ്ട്, ഞാൻ നിനക്ക് അത് എന്തിനു തരാം, ₹5 lakhs കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ. പകരം ₹5 lakhs പകരമായിട്ട് ഞാൻ എന്റെ കാർ തന്നോട്ടെ. ബി ആക്സെപ്റ്റ് ചെയ്താൽ അത് എന്താണ്, അതൊരു ഓഫറാണ്. ഇവിടെ രണ്ട് പേരുണ്ട്. ആരൊക്കെയാണത്? ഒന്ന് എ. ഓക്കെ, എ എന്ന് പറയുന്ന ആള്, അയാളാണ് ഒരു ഓഫർ കൊടുക്കുന്നത്. ഇയാളെ പറയുന്ന പേരാണ് ഓഫറർ. ഓർ ഇനിയും പേരുണ്ട്, പ്രപ്പോസർ ഓർ പ്രോമിസർ. ഓക്കെ, ഈ എ എന്ന് പറയുന്ന ആളാണ് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇയാളെ പറയുന്ന പേരാണ് ഓഫറർ, അല്ലെങ്കിൽ പ്രപ്പോസർ എന്നോ പ്രോമിസർ എന്നോ പറയാം. മൂന്നും ഇയാൾക്കുള്ള പേരാണ്. ദെൻ ആരോടാണോ പറയുന്നത്, അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്, ഇത് കേൾക്കാനായിട്ട് ആരാണോ അപ്പുറം നിൽക്കുന്നത്, ബി അല്ലേ. അപ്പൊ ബി പറയുന്ന പേരാണ് ഓഫറി ഓർ പ്രപ്പോസി ഓർ പ്രോമിസി. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഇതൊരു പോസിറ്റീവ് ഓഫർ ആയിട്ട് നമുക്ക് എടുത്തൂടെ. ഓക്കെ, എ ചോദിക്കുകയാണ്, അത് ബി അതുപോലെ തന്നെ ഓക്കെ ഹാപ്പിയായി, ബി ഹാപ്പിയായി അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത്. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ, ഇത് മനസ്സിൽ വെക്കുക, മറക്കരുത്. രണ്ടാമത്തെ എക്സാമ്പിള് എക്സ് ആൻഡ് വൈ. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്ററാണ്, ഇയാളുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്. വൈ എന്ന് പറയുന്നത് ഇയാളുടെ കയ്യിൽ ക്യാഷിൽ ഒരു ഡെറ്ററാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, വൈ എന്ത് ചെയ്തു, എക്സിന്റെ കയ്യിൽ നിന്ന് ഒരു ₹1 lakh ഓക്കെ ലോൺ ആയിട്ട് വാങ്ങി. പറയാണ്, ഞാൻ മാസാമാസം ഞാൻ എന്ത് തന്നോളാം, ഒരു ₹5,000 ഞാൻ തന്നോളാം മാസാമാസം. എനിക്ക് ₹1 lakh എന്തായിട്ട് വേണം, ലോൺ ആയിട്ട് വേണം എന്ന് പറഞ്ഞു. ഓക്കെ, ആരോടാ പറഞ്ഞത്, എക്സിനോട് പറഞ്ഞു. അപ്പൊ എക്സ് പറയാണ്, ഓക്കെ ₹1 lakh ഞാൻ തരികയാണ്. അടുത്ത ഡിസംബർ ആകുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം, ഈ പ്രിൻസിപ്പൽ എമൗണ്ട് എനിക്ക് നീ അങ്ങോട്ട് റീപേയ്മെന്റ് നടത്തണം അടുത്ത ഡിസംബർ. അതുവരെ എനിക്ക് എന്തും വേണം, ഇൻട്രസ്റ്റും കിട്ടിക്കൊള്ളണം. ആ ഒരു ധാരണയില് എക്സ് വൈക്ക് എന്ത് ചെയ്തു, ക്യാഷ് കടമായിട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഡിസംബർ കഴിഞ്ഞ സമയത്ത് വൈക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, റീപേയ്മെന്റിന് പറ്റില്ല, തിരിച്ചു കൊടുക്കാനുള്ള ഒരു അവസ്ഥ വൈക്കില്ല. ഓക്കെ, റീപേയ്മെന്റ് പറ്റാത്ത സമയമായപ്പം എന്ത് ചെയ്തു, ഡിസംബർ കഴിഞ്ഞു, ജാനുവരി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എക്സ് പറഞ്ഞു, നീ എനിക്ക് ഡിസംബർ കഴിഞ്ഞാൽ തരാന്നാ പറഞ്ഞേ, തന്നിട്ടില്ല. അപ്പൊ തരാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആർക്കില്ല, വൈക്കില്ല. അപ്പൊ വൈ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പം എക്സ് പറഞ്ഞു, നീ ഇനി തരാത്ത പക്ഷം ഞാൻ എന്ത് ചെയ്യും, കേസ് കൊടുക്കും. ഒരു കാരണം പറഞ്ഞിട്ടാണല്ലോ നമ്മള്, ഈ ഒരു കാരണം പറഞ്ഞിട്ടാണ് ഞാൻ നിനക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഈ നീ അഥവാ തന്നിട്ടില്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ സമയത്ത് വൈ പറഞ്ഞു, ഞാൻ തരാം, 2 മാസം കൂടെ കഴിഞ്ഞാൽ ഞാൻ തരാം. ഓക്കെ, ഈ ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ടിന്റെയും കൂടെ എക്സ്ട്രാ ഒരു 10,000 കൂടിയിട്ട് ഞാൻ എന്ത് തരാം, ഈ 1 lakh rupee ഞാൻ നിനക്ക് തിരിച്ചു തരാമെന്ന് തിരിച്ചിങ്ങോട്ടൊരു ഓഫർ കൊടുത്തു.
ഇങ്ങോട്ടൊരു ഓഫർ എന്ന് പറയുന്നത് എന്താണ്? കേസ് കൊടുക്കാതിരിക്കാൻ, ഒരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇപ്പൊ ഇവിടെ ആരാണ് ഓഫർ കൊടുത്തിട്ടുള്ള ആള്? ഓഫർ കൊടുത്തിട്ടുള്ള ആള് ഇവിടെ വൈ ആണ്. ഓഫറർ ഇവിടെ വൈ ആണ്, ഓഫർ ഇവിടെ എക്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ടും രണ്ട് സിറ്റുവേഷനാണ്. ഇവിടെ ഒരു കാർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഓഫർ ചെയ്തിട്ടുള്ളത്, ഇവിടെ കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് സിറ്റുവേഷൻസ് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി ഞാൻ പറയാൻ പോവാണ് ഓഫറിന്റെ ഡെഫിനിഷൻ എന്താണെന്ന്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സെക്ഷൻ 2 സബ്സെക്ഷൻ എ പ്രകാരം ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. നമുക്കൊരു നല്ല ഒരു അടിപൊളി ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ആ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ എ പ്രപ്പോസൽ ഓർ ഓഫർ. പ്രപ്പോസൽ ഓർ ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? when one person signifies to another, okay, when one person signifies to another his willingness to do, ഒരു കാര്യം ചെയ്യാനുള്ള അയാളുടെ ഒരു വില്ലിങ്നെസ്, അയാൾ തയ്യാറായിക്കൊണ്ട്, അല്ലെങ്കിൽ ഓർ abstain from doing anything, ഒരു കാര്യം ചെയ്യാതിരിക്കാനോ വേണ്ടി ഒരാളുടെ സമ്മതം അറിയിക്കുക വേറൊരാളെ. ഓക്കെ, ഒരു കാര്യം ചെയ്യാനോ, ഇവിടെ ഫസ്റ്റ് കേസില് കാറ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു ഓഫർ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇവിടെ കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ചെയ്യാനോ ചെയ്യാതിരിക്കാനോ, ടു ഡു സംതിങ് ഓർ ടു abstain ഫ്രം ഡൂയിങ് സംതിങ്. ഈ ഒരു ടേം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് സിറ്റുവേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ഓഫറിന്റെ ഡെഫിനിഷൻ പറയാണ്. ഓക്കെ, when one person signifies to another his willingness to do or abstain from doing anything with a view to obtaining the assent of that other to such act or abstinence, he is said to make an offer. അപ്പൊ എന്താണ്? ഒരു കാര്യം ഒരാള് അയാളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടെയും ഒരു കാര്യം എനിക്ക് റെഡിയാണ്, ഞാൻ റെഡിയാണ്, നീ എങ്ങനെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് ഓഫർ കൊടുക്കണം. അതൊരു കാര്യം ചെയ്യാനായിരിക്കാം, ചെയ്യാതിരിക്കാനായിരിക്കണം. ആ കൊടുക്കുന്നത് മറ്റാൾ അറിയുകയും വേണം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറയാം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ആർ ദി എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ആൻ ഓഫർ ആണ്. ഓക്കെ, നമ്മൾ ഈ ഓഫർ ഒക്കെ പറയുന്നതിന് മുന്നേ ഇവിടെ നമ്മൾ രണ്ട് പാർട്ടീസ് ഉണ്ടാവും പറയാം. നമുക്കറിയാം എന്തൊരു കാര്യമാണെങ്കിലും അവിടെ ബിറ്റ്വീൻ 2 പാർട്ടീസ് ആണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ചില കേസ് സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിലാണ് പറയാ അല്ലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റാം വേഴ്സസ് ദത്ത്, ഇങ്ങനെയൊക്കെ ഒരുപാട് കേസ് സ്റ്റഡീസ് ഉണ്ടാവും അല്ലെ. അതിന്റെ അടിസ്ഥാനത്തിലല്ലേ പറയാം. അപ്പൊ നമ്മൾ ഈ കേസ് സ്റ്റഡി എഴുതുമ്പോൾ ആരെയാ ഫസ്റ്റ് എഴുതണ്ടേ? കേസ് കൊടുത്ത ആളാണോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ കേസ് കൊടുത്തത് അതറിയണ്ടേ. സോ ഫസ്റ്റ് നമ്മൾ എഴുതുന്ന ആളെ നമ്മൾ പറയുന്ന പേരെന്താ? എന്തായിരിക്കും പറയുന്ന പേര്? പ്ലെയിന്റിഫ് എന്നാണ്. ഓക്കെ, പ്ലെയിന്റിഫ് എന്ന് പറഞ്ഞാൽ ആരാണ് കേസ് കൊടുക്കുന്നത്? ഇവിടെ എക്സ് അല്ലേ കേസ് കൊടുക്കാന്ന് പറഞ്ഞേ. എക്സ് എങ്ങാനും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എക്സ് വേഴ്സസ് വൈ ആകും. ഓക്കെ, ആർക്കെതിരെയാണോ കേസ് കൊടുക്കുന്നത്? വൈക്കെതിരെയാണ് കേസ് കൊടുക്കുന്നത് എങ്കിൽ വൈ ആരാണ്? ഡിഫെൻഡന്റ് ആണ്. ഓക്കെ, ആ ഒരു ടേം അറിയണം കേട്ടോ. ആദ്യം നമ്മൾ പ്ലെയിന്റിഫ് ആരാണ് കേസ് കൊടുക്കുന്ന ആളാണ് ഫസ്റ്റ് എഴുതുക. ഒരുപാട് എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റ് ഒക്കെ കാണുന്ന സമയത്ത് ഈ ഫസ്റ്റ് വൺ ആരായിരിക്കും? പ്ലെയിന്റിഫ് ആയിരിക്കും. ഓക്കെ, എപ്പോഴും പ്ലെയിന്റിഫ് ആയിരിക്കും. ആരാണോ കൊടുക്കുന്ന ആള് അയാളായിരിക്കും ഫസ്റ്റ് എഴുതുക. രണ്ടാമത് ആർക്കെതിരെയാണ്, ആരാണോ അക്യൂസ്ഡ് പേഴ്സൺ ആരാണോ അയാളാണ് ഡിഫെൻഡന്റ്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്? എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ആൻ ഓഫർ ആണ്. എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് ഓഫർ. ഒരു വാലിഡ് ഓഫർ ആകുമ്പോൾ അതിന് എന്തെല്ലാം എലമെന്റ്സ് ആണ് വേണ്ടത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞോട്ടെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇവിടെ രണ്ട് പേരുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, എക്സും ഉണ്ട് വൈയും, അല്ലെങ്കിൽ ഒരു ഓഫററും ഉണ്ട് ഓഫറിയും ഉണ്ട്. സോ ഇതിൽ ഏതെങ്കിലും ഒരാള് അയാളുടെ വാഗ്ദാനം, അയാൾ പറയുന്ന സംഗതി പാലിക്കാത്ത പക്ഷം മറ്റാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നേരത്തെ ഞാൻ പറഞ്ഞില്ല എക്സിന്റെ കേസ്, ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇതിന്റെ നമ്മൾ എന്തായിട്ട് പറയുന്നത്? എസെൻഷ്യൽ എലമെന്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഓഫററും ഓഫറും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരാള് അയാളുടെ ഓബ്ലിഗേഷൻ എന്താണ് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റേ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഓഫർ എന്ന് പറയുന്നത്
എന്റെ കയ്യിൽ ഒരു വീടുണ്ട്. ഓക്കെ, എന്റെ കയ്യിലുള്ള വീട് എന്റെ മക്കളിൽ ഒരാൾക്ക് കൊടുക്കാനാണ്, ഒരാൾക്ക് വിൽക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ മനസ്സിൽ വെച്ചാൽ മാത്രം മതിയോ? അയാൾ അറിയണ്ടേ? മനസ്സിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. ഓഫർ എന്ന് മീൻസ് എന്തെങ്കിലും ഒരു കാര്യം എന്റെ മനസ്സിലൊരു ഓഫർ ഉണ്ടെങ്കിൽ അത് ഞാൻ എക്സ്പ്രസ് ചെയ്യണം ഇൻ ടേംസ് ഓഫ് വേർഡ്. ഒന്നുകിൽ അത് പറഞ്ഞിട്ട്, ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ലെറ്റർ ആയിട്ടോ ഞാൻ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. മറ്റേ ആൾ അറിയണം, മനസ്സിൽ വിചാരിച്ചാൽ മാത്രം പോരാ. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി സർട്ടൈൻ ഓർ ഡെഫിനിറ്റ്. ഇത് എന്തായിരിക്കണം? സർട്ടൈൻ ഓർ ഡെഫിനിറ്റ്, നോട്ട് വേഗ്. ഓക്കെ, ഇപ്പോ എ എന്ന് പറയുന്ന ഒരാൾ പറയാണ്, ബിയോട് പറയാണ്, എക്ക് എന്താണ്, എയുടെ കയ്യിൽ സ്വന്തമായിട്ട് 3 കാറുകളുണ്ട്. അപ്പൊ എ ബിയോട് പറയാണ്, ഞാൻ എന്റെ കാർ നിനക്ക് ഒരു 5 ലക്ഷം രൂപയ്ക്ക് തരാം. അത് സർട്ടൈൻ ആണോ? ബിക്ക് അറിയാം ഇതിൽ ഏത് കാറാണ് അവൻ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, അപ്പൊ അതെന്തല്ല, സർട്ടൈൻ അല്ലെങ്കിൽ ഡെഫിനിറ്റ് അല്ല. സോ ഒരു ഓഫർ ഇപ്പൊ ക്ലിയർ ആയിട്ട് ഇപ്പൊ പറയാം, എന്റെ കയ്യിൽ 3 കാറുണ്ട്, അതിൽ സാൻഡ്രോ ഞാൻ നിനക്ക് തരാം. ഓക്കെ, ഇതെന്താണ്, ഡെഫിനിറ്റ് ആണ് അല്ലെ? സോ ഓഫർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം. Then next one, intention to obtain acceptance. Okay, നമ്മള് ഒരു കാര്യം, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. എനിക്ക് എന്റെ മകന് എന്റെ വീട് വാങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനത് മനസ്സിൽ വെച്ചിട്ട് കാര്യമുണ്ടോ? അവൻ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ ആ ഓഫർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, സോ എന്താണ്, ഒരു ആഗ്രഹം ഒരാൾ മനസ്സിൽ വെച്ചിട്ട് മാത്രം കാര്യമില്ല, അത് മറ്റേ ആളത് ആക്സെപ്റ്റ് ചെയ്താലും മാത്രമേ, ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ഉണ്ടെങ്കിലേ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇനിയാണ് ഇന്റൻഷൻ ടു ഒബ്റ്റെയിൻ ആക്സെപ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, നമ്പർ 5, 5ാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അത് ഞാൻ ചെറിയൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓഫർ ഇസ് ഡിഫറെന്റ് ഫ്രം ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ. ഡിഫറെന്റ് ഫ്രം ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ. ഇത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ എന്താണ്, അത്യാവശ്യം എന്താണ്, കമ്പനി അക്കൗണ്ട്സ് ഒക്കെ അറിയുന്ന കുട്ടികളാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പ്രോസ്പെക്ടസ് എന്ന് കേട്ടിട്ടുണ്ടാവും. പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ ഏതൊരു കമ്പനിയും അവരുടെ ഷെയർസ് ഇറക്കുന്നതിന് മുന്നേ ആയിട്ട് ജനറൽ പബ്ലിക്കിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന സംഗതിയാണ് പ്രോസ്പെക്ടസ്. അപ്പൊ അതിൽ ഇത്ര ഷെയർസ് ഞങ്ങൾ ഇറക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാങ്ങാൻ റെഡി ഉള്ളവര് വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവിറ്റേഷൻ ആയിട്ടാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാണ്, ഒരു കമ്പനി പ്രോസ്പെക്ടസ് ഇറക്കി. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കോളൂ, അത് ഓഫർ ആണോ? അല്ല, അതെന്താണ്, ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ. ഒരു ഓഫറിലേക്കുള്ള ഇൻവിറ്റേഷൻ ആണ്. ഓക്കെ, അപ്പോ ഈ കമ്പനി ഇറക്കാണ്, ഞാൻ എന്റെ ഓർഡിനറി ഷെയർസ് ആണ് ഞാൻ ഇറക്കുന്നത്, ഞാൻ 10 രൂപ വെച്ചിട്ടാണ് ഇറക്കാൻ തീരുമാനിച്ചേ എന്ന് പറഞ്ഞിട്ട് കമ്പനി എന്ത് ചെയ്തു, പ്രോസ്പെക്ടസ് ഇറക്കി. ഓക്കെ, അതില് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലിക്കേഷൻ അയക്കാം. അപ്പൊ പബ്ലിക് എന്ത് ചെയ്തു, അതിന് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാല് ഇതാണ് ഓഫർ. ഓക്കെ, എങ്ങനെയാന്ന് പറഞ്ഞോട്ടെ, കമ്പനി പറഞ്ഞത് എന്താണ്, ഞങ്ങള് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ പബ്ലിക് എന്ത് ചെയ്തു, പബ്ലിക് ഇപ്പൊ നമുക്ക് എല്ലാവരും ഇപ്പൊ എനിക്കിപ്പോ എന്താ 10 രൂപയല്ലേ ഉള്ളൂ, 2 രൂപയാണ്. നമ്മൾ ഷെയർസ് ഒക്കെ വാങ്ങുന്ന സമയത്ത് 10 രൂപയുടെ ഒറ്റയടിക്കല്ലല്ലോ കൊടുക്കുക, ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ലേ കൊടുക്കുക. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആണ് എന്ത്, ആപ്ലിക്കേഷൻ. സോ ആപ്ലിക്കേഷൻ മണി 2 രൂപയേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും 10 രൂപയല്ലേ ഉള്ളൂ, ഞാനൊരു എന്ത് ചെയ്യാം, ഒരു 100 ഷെയർ അങ്ങോട്ട് വാങ്ങാം. കൂടി വന്ന എത്രയാകൂ, 1000 രൂപയാകുകയുള്ളൂ. ഈ 100 രൂപ ഷെയറിന് ഞാൻ 2 രൂപ ആപ്ലിക്കേഷൻ മണി കൊടുക്കാമെന്ന് വിചാരിച്ചു. കൊടുക്കാം എന്നുള്ള എന്റെ ധാരണ എന്താണ്, ഞാൻ 2 രൂപ തരാം, ഈ കമ്പനി നിങ്ങൾ എനിക്ക് എന്ത് തരുമോ, ഷെയർ തരുമോ എന്നാണ്. ഞാനാണ് ഇവിടെ ഓഫർ കൊടുക്കുന്നത് കമ്പനിക്ക്, അല്ലെ? അപ്പൊ ഈ ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് പറയാം, ഓഫർ എന്ന് പറയാം. ഓക്കെ, നേരത്തെ കമ്പനി തന്നിട്ടുള്ള പ്രോസ്പെക്ടസ് ഓഫർ ആണോ? അല്ല, ഇത് എല്ലാവരെയും അറിയിക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ മാത്രമാണ്. അപ്പൊ കമ്പനി എന്ത് ചെയ്യും, ചില സമയത്ത് ഒരുപാട് കമ്പനി ചിലപ്പോൾ 1 ലക്ഷം ഷെയർസ് ഒക്കെ ആയിരിക്കും ഇറക്കിയിട്ടുണ്ടാവുക. അപ്പൊ അതിൽ ചില സമയത്ത് 1 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, വേണമെന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ മണി എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ചില സമയത്ത് കുറഞ്ഞതായിരിക്കും. സോ എനിക്ക് ഞാനിപ്പോ ഒരു 100 ഷെയർ ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കമ്പനി എന്റെ ആപ്ലിക്കേഷൻ മണി വാങ്ങിച്ചു. ഓക്കെ, വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓഫർ ചെയ്തു 2 രൂപ ആപ്ലിക്കേഷൻ മണി തന്നോട്ട് എനിക്ക് ആ ഷെയർ തരുമെന്ന് ഞാൻ ഓഫർ ചെയ്തു. അപ്പൊ കമ്പനി അടുത്തത് ഓഫർ ആക്സെപ്റ്റ് ചെയ്തു എന്ന് എനിക്ക് എപ്പോഴാ മനസ്സിലാവുക അറിയോ, അവരെന്ത് നടത്തണം, അലോട്ട്മെന്റ് വിളിച്ചാൽ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നൽകി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അവരത് ആക്സെപ്റ്റ് ചെയ്തു എന്നാണ്. ഓക്കെ, ഇവിടെ 3 സിറ്റുവേഷനാണ് പറയുന്നത്. ഫസ്റ്റ് സിറ്റുവേഷനിൽ കമ്പനി പ്രോസ്പെക്ടസ് ഇറക്കി, ദാറ്റ്സ് നോട്ട് ആൻ ഓഫർ, അത് ഓഫർ അല്ല, അതെന്താണ്, ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ആണ്. ഓക്കെ,
സെക്കൻഡ് ഞാൻ എന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ മണി അയച്ചു. ഓക്കെ, അതാണ് ഞാനാണ് ഇവിടെ കമ്പനിക്ക് ഓഫർ കൊടുക്കുന്നത്. ഓക്കെ, എനിക്ക് കുറച്ച് ഷെയർസ് തരുമോ, ഞാൻ ഇത്രയും ആപ്ലിക്കേഷൻ മണി തരാമെന്നും പറഞ്ഞിട്ട്. സോ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫറും എന്താണ്, ഡിഫറെന്റ് ആണ്. ഇതാണ് അടുത്ത പോയിന്റിലൂടെ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്താണ്, ഓഫറും ഉണ്ട് ആക്സെപ്റ്റൻസും ഉണ്ട്. ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ അത് ഓഫർ ആണ്, അത് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്സെപ്റ്റൻസ് ആണ്. ഇത് രണ്ടും കൂടെ കൂടി കഴിഞ്ഞാൽ എന്താണ്, എഗ്രിമെന്റ് ആണ്. നമുക്കറിയാലോ അത്. ഓക്കെ, ഇതാണ് ഫിഫ്ത് പോയിന്റ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡിഫറെന്റ് ഫ്രം ഓഫർ ഈസ് ഡിഫറെന്റ് ഫ്രം ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ. അതാണ് ഫിഫ്ത് പോയിന്റ്. ഓക്കെ, ഇനി സിക്സ്ത് പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി കണ്ടീഷണൽ. ചില സമയത്ത് ഓക്കെ, ചില സമയത്ത് എന്തായിരിക്കും, നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻ ഉണ്ടാവും. ഞാനിപ്പോ പറയാണ്, ഒരു മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ടായിരുന്നു. ഓക്കെ, എന്റെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ട്. അപ്പൊ അവരോട് ഞാൻ പറയാണ്, അടുത്ത 2 മാസങ്ങളിലായിട്ട് എന്റെ സെയിൽസിന്റെ 5% നിങ്ങൾ ആഡ് ചെയ്ത്, മീൻസ് എന്റെ സെയിൽസിന്റെ 5% നിങ്ങളുടെ മാർക്കറ്റിംഗിലൂടെ കൂടിക്കഴിഞ്ഞാൽ ഓക്കെ, ആ അടുത്ത വർഷത്തേക്കുള്ള ഫുൾ കോൺട്രാക്ട് ഞാൻ നിങ്ങൾക്ക് തരും. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്, 5% സെയിൽ കൂടണം എന്നുള്ളത് ഒരു കണ്ടീഷനാണ്. ഓക്കെ, കൂടിക്കഴിഞ്ഞാലേ ഞാൻ തരൂ. സപ്പോസ് 5% കൂടിയില്ല, അവര് പറയാണ് ഞങ്ങൾക്ക് അടുത്ത വർഷം തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു, 5% സെയിൽ കൂടിയാലേ തരൂ എന്നുള്ളതല്ലേ. ഓക്കെ, അപ്പൊ കൊടുക്കാൻ പറ്റുമോ, ഇല്ല. സോ എന്താണ്, ഇറ്റ് മേ ബി കണ്ടീഷണൽ. ഇതിന് തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നല്ലൊരു എക്സാമ്പിൾ വേറെ ഉണ്ട്. എന്ന് പറയുമ്പോൾ ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഓക്കെ, അയാൾ എന്ത് ചെയ്തു, ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു. അപ്പൊ നമുക്കറിയാം, ചില എന്താ പറയാ, ടിക്കറ്റിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്, ചില കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പേഴ്സണൽ ഇഞ്ചുറി വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ലയബിൾ അല്ല. ഓക്കെ, അയാൾക്ക് പേഴ്സണൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, അയാള് എന്ത് ചെയ്തു, കേസ് കൊടുത്തു. എനിക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റുമോ, കാരണം അവരത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടിക്കറ്റിന്റെ മുകളിൽ തന്നെ, വാങ്ങിയിട്ടുള്ള ഒരു ടിക്കറ്റിന്റെ മുകളിൽ തന്നെ. നമ്മൾ ഈ സംഗതിയില്ല, പുകച്ചു കയറ്റുന്ന സംഗതിന്റെ മുകളിൽ എന്ത് എഴുതിയിട്ടുണ്ട്, ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അവര് വാൺ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ്, കണ്ടീഷണൽ അപ്ലൈഡ് ആണ്. സോ മേ ബി കണ്ടീഷണൽ, ഇതിന്റെ മുകളിൽ ചില കണ്ടീഷൻസ് ഉണ്ടാകും. ഇതാണ് സിക്സ്ത്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ അത് കുറച്ചുണ്ട് കേട്ടോ. ലാസ്റ്റ് വൺ കുറച്ച് വലിയ സംഗതിയാണ്. ഇറ്റ് ഷുഡ് ബി ഓക്കെ, certain any term non compliance of which lead to acceptance. ഓക്കെ, ചില സമയത്ത് അതെന്താ സംഗതി എന്ന് പറയില്ല, നോൺ കംപ്ലൈൻസ്. ഇത് ഞാൻ എഴുതാണ്ട് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറയാണ്, എടോ ഞാന് എന്റെ ഒരു എന്താ പറയാ, എന്റെ കയ്യിലൊരു വണ്ടി ഉണ്ട്, അത് നീ വാങ്ങുമെന്ന് വിചാരിക്കും. ഒരാഴ്ച ഞാൻ സമയം തരാം, നീ ആലോചിക്കും. ഒരു 2 ലക്ഷം രൂപ തന്നാൽ മതി, നീ അത് എടുത്തോ. ഒരാഴ്ച ഞാൻ സമയം തരാം, യെസ് ഓർ നോ പറയാൻ. ഒരാഴ്ചയായിട്ട് നീ പറഞ്ഞിട്ടില്ലെങ്കിൽ നീ യെസ് ആണെന്ന് ഞാൻ അങ്ങോട്ട് കരുതും. ഓക്കെ, എന്താ പറഞ്ഞത്, അവനെങ്ങാനും സമയമായിട്ടും ആ മീൻസ് ഓഫർ ചെയ്ത ആള് ഓഫററോട് ആൻസർ പറഞ്ഞിട്ടില്ല, ആക്സെപ്റ്റ് ചെയ്ത് യെസ് ആണോ നോ ആണോ അയാൾ ആക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് ഞാൻ കരുതും എന്ന് പറയുകയാണെങ്കിൽ അതെന്തല്ല, അങ്ങനെയുള്ള സംഗതി ഇവിടെ പാടില്ല. ഇതാണ് 7th പോയിന്റ്. ഓക്കെ, എന്താ പറഞ്ഞത്, should not certain anything non compliance of which lead to acceptance. നമ്മൾ എന്തോ പറയാണ്, ഈ കാര്യം എന്താണ്, നീ യെസ് ഓർ നോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് ഞാൻ കരുതും എന്ന് പറയാ. ഈ ഒരു ടേം ഓഫറിൽ എന്തല്ല, ആപ്ലിക്കബിൾ അല്ല. ഇത്രയുമാണ് 7 എസെൻഷ്യൽ എലമെന്റ്സ് ആണ് ഒരു വാലിഡ് ഓഫറിനുള്ളത്. ഓക്കെ, അതിൽ ആദ്യം പറഞ്ഞത് എന്താണ്, ലീഗൽ റിലേഷൻഷിപ്പ്. നമ്മളിപ്പോ പറയാണ്, ഏതെങ്കിലും ഒരാള് ഈ ഓഫറായി ഓഫറിയായി അവർ പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷനിൽ അവരുടെ ഓബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അവർക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തതായിട്ട് പറഞ്ഞത് ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. മനസ്സിൽ വെച്ചെന്നാൽ മാത്രം മതിയോ, അത് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, ഒന്നുകിൽ വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ബൈ ലെറ്റർ ആയിട്ടോ അത് എക്സ്പ്രസ് ചെയ്തിരിക്കണം. മൂന്നാമത്തതായ ഇറ്റ് മസ്റ്റ് ബി സർട്ടൈൻ, ഡെഫിനിറ്റ് ആൻഡ് നോട്ട് വേഗ്. ഇറ്റ് മീൻസ് സർട്ടൈൻ ആയിരിക്കണം. ഇപ്പൊ 3 വണ്ടിയുള്ള ഒരാള് എന്റെ വണ്ടി ഞാൻ നിനക്ക് ഇത്ര രൂപക്ക് വിൽക്കാം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. ദാറ്റ്സ് നോട്ട് സർട്ടൈൻ. നമുക്ക് പറയാം ഇറ്റ്സ് നോട്ട് ഡെഫിനിറ്റ്. മറ്റൊരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതിൽ ഏതായിരിക്കും. ഓക്കെ, അങ്ങനെ ഉണ്ടാവരുത്. ഒരു കാര്യം ഒരു ഓഫറേക്ക് കൊടുക്കുന്ന ഓഫർ എന്ന് പറയുന്നത് that must be certain, definite and not must be vague. Then intention to obtain acceptance.
ഓക്കെ, നമ്മൾ ഓഫർ ചെയ്താൽ മാത്രം മതിയോ? നമുക്ക് താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, മറ്റേ ആളത് എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യുകയും വേണം. നെക്സ്റ്റ് വൺ, ഡിഫർ ഫ്രം ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ. പറഞ്ഞു ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ എന്താണെന്ന് ഞാൻ നല്ലൊരു എക്സാമ്പിൾ എന്തിലൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കമ്പനി ഇറക്കുന്ന പ്രോസ്പെക്ടസ് എന്താണ്? ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ആണ്. ഓക്കെ, പബ്ലിക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഓഫർ. ദെൻ കമ്പനി അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആക്സെപ്റ്റൻസ്. ഓക്കെ, അപ്പൊ എന്താണ് ഇൻവിറ്റേഷൻ ടു ആൻ ഓഫറും തമ്മിൽ എന്താണ്? ദാറ്റ് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ്. 6th വൺ മേ ബി കണ്ടീഷണൽ. ചില സമയത്ത് അതിന്റെ കൂടെ എന്താണ് ചില കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ നമ്മൾ അപ്ലിക്കബിൾ ആയിരിക്കണം. 7th വൺ ഞാനിപ്പോ പറയാണ്, സമയമായിട്ട് നീ എനിക്ക് റിസൾട്ട് തന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്തായിട്ട് കരുതും? യെസ് ആണ് എന്ന് ഞാൻ കരുതും എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ പാടില്ല. ഇത്രയുമാണ് എസെൻഷ്യൽ എലമെന്റ്സ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി പറയാനുള്ളത് ടൈപ്സ് ആണ്. ഇനി ഓഫർ എത്ര ടൈപ്പ് ഉണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് ടൈപ്സ് ഓർ കൈൻഡ്സ് ഓഫ് ഓഫർ ആണ്. ടൈപ്സ്. ഓക്കെ, first one, that is expressed offer. Okay, എക്സ്പ്രസ് ഓഫർ എന്ന് പറയുമ്പോൾ എനിക്കൊരു ഇന്റൻഷൻ ഉണ്ട്. ഓക്കെ, ഒരു ഇന്റൻഷൻ ഉണ്ട്, അത് ഞാൻ എന്ത് ചെയ്യണം? മസ്റ്റ് ബി എക്സ്പ്രസ്ഡ്. ഞാൻ അതൊരാളോട് പറയണം. ഞാനിപ്പോ നിന്നോട് പറയണേടോ, നിന്റെ കയ്യിലുള്ള സാധനം എനിക്ക് തരുമോ? ഞാൻ ഇത്ര രൂപ തരാം. ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുമോ? ഒന്നെങ്കിൽ ഞാൻ പറയാം ബൈ വേർഡ്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ബൈ ലെറ്റർ. ഞാൻ അത് എന്ത് ചെയ്തിരിക്കണം? എക്സ്പ്രസ് ചെയ്തിരിക്കണം. അത്തരത്തിലുള്ള ഓഫേഴ്സിനെ പറയുന്ന പേരാണ് എക്സ്പ്രസ് ഓഫേഴ്സ്. ഓക്കെ, സിമ്പിൾ ടേം ആണ്. നമ്പർ 2, ഇംപ്ലൈഡ് ഓഫർ. ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുമ്പോൾ ചില ഓഫേഴ്സ് ഉണ്ട്, അത് ഓഫർ ആണ്, അത് ആരും പറയാതെ തന്നെ നമുക്കറിയാം. ഓക്കെ, ദാറ്റ്സ് ഹിഡൻ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്ത്, ഒരു ടെലിഫോൺ ബൂത്ത് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മീൻസ് അതിന്റെ അർത്ഥം എന്താണ്? ആരെങ്കിലും പറയണം ഇവിടെ വന്ന് ഇപ്പൊ ടെലിഫോൺ ബൂത്ത് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോൺ ബൂത്ത് എന്താ ചെയ്യുന്നത്? വിളിക്കേണ്ടവർ വന്ന് വിളിച്ചോളൂ എന്നാണ്. അത് അവിടെ ഉള്ള സംഗതിന്റെ മീനിങ് അതാണ്. അതെന്താ? ഒരു ഇംപ്ലൈഡ് ഓഫർ. അതൊരു ഓഫറാണ്. ആർക്ക് വേണേലും വിളിക്കാം, ഞാൻ ഇവിടെ ഉണ്ട്, ആർക്ക് വേണേലും വന്ന് വിളിക്കാം. ഓക്കെ, രണ്ടാമത്തേതായിട്ട് ബസ്, ഒരേ റൂട്ടിൽ പോകുന്ന ബസ്, അത് എന്താ പറയാ, കൃത്യം സ്ഥലത്തെത്തുമ്പോൾ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ബസ്സിലുള്ളവര് എന്താ പറയാ, ബസ് വിളിച്ച് കയറ്റുന്നുണ്ടോ? ഇല്ല, നമുക്ക് വേണ്ടവർക്ക് നമുക്ക് കയറാം. ഇതൊക്കെ എന്താണ്? ഇംപ്ലൈഡ് ആണ്. അത് ആരും ബൈ വേർഡോ ബൈ ലെറ്റർ ആയിട്ടോ ഒന്നും അറിയിക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് എന്താണ്, നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ഇതാണ് ഇതിന്റെ മീനിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിലുള്ള ഓഫേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയാം. ഓക്കെ, നമ്പർ 3, ദാറ്റ് ഈസ് ക്രോസ് ഓഫർ. ഓക്കെ, ക്രോസ് ഓഫർ എന്ന് പറയുമ്പോൾ ഓക്കെ, ഒരേ സമയം ഇവിടെ രണ്ടാളുകളുണ്ട്, എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും. എ ഒരു ലെറ്റർ അയച്ചു ബിക്ക്, എന്താണ്? ഞാൻ എന്താ പറയാ, ഞാൻ എന്റെ കാറ് ഞാൻ നിനക്ക് സെയിൽ ചെയ്തോട്ടെ എന്ന് ചോദിച്ച ഒരു ഓഫർ. ഇത്ര രൂപയ്ക്ക് 5 lakhs റുപ്പീക്ക് ഞാൻ എന്റെ കാറ് ഞാൻ നിനക്ക് വിൽക്കാം. വിൽ യു പർച്ചേസ് മൈ കാർ ഫോർ ₹5 lakh എന്നും പറഞ്ഞിട്ട് ഒരു ഓഫർ എ ബിക്ക് കൊടുത്തു. ഓക്കെ, ഇതറിയാതെ ബി തിരിച്ച് ഇങ്ങോട്ട് എക്ക് എന്ത് കൊടുത്തു? ബി എക്ക് ഞാൻ സെയിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ എ കൊടുത്തത്, ഞാൻ പർച്ചേസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഒരേ സമയത്ത് രണ്ടുപേർക്കും അറിയില്ല കേട്ടോ. ഒരേ സമയത്ത് എ ബിക്ക് അയച്ചിട്ടുണ്ട്, ബി അതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ടും അയച്ചിട്ടുണ്ട്, ഞാൻ ഇത് വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇത്തരത്തിലുള്ള ഓഫറിനെ പറയുന്ന പേരാണ് ക്രോസ് ഓഫർ. എന്താണ്? അറിയില്ല സംഭവം. ഒരേ സൈമിൾട്ടാനിയസ്ലി രണ്ടുപേരും ഇഗ്നറൻസ്, രണ്ടുപേർക്കും അറിയില്ല. എ ബിയോട് പറയാണ് ഞാൻ ഈ സംഗതി നിനക്ക് വിറ്റോട്ടെ. അതേ സമയത്ത് ബി സെയിം സംഗതി എയോട് ചോദിക്കുകയാണ് ഞാൻ ഇത് വാങ്ങിക്കോട്ടെ. ഓക്കെ, ഇങ്ങനെയുള്ള ഓഫറിനെ പറയുന്ന പേരാണ് ക്രോസ് ഓഫർ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ എന്ന് പറയുമ്പം ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഇപ്പൊ എക്സ് വൈനോട് പറയാണ് എന്റെ കയ്യിൽ ഒരു വീടുണ്ട്, എനിക്ക് കുറച്ച്, ഞാൻ വിദേശത്തേക്ക് പോവാണ്. ഓക്കെ, 2 മാസത്തിന്റെ ഉള്ളിൽ ഞാൻ പോകും, എനിക്ക് ഒരു 60 ദിവസത്തിന്റെ ഉള്ളില് 1.5 crore 1.5 കോടിയാണ് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്. 60 ദിവസത്തിന്റെ ഉള്ളിലായിട്ട് നീ ഇത് നടത്തിയാൽ മതി എന്ന് എക്സ് ആരോട് പറയാണ്? വൈയോട് ഒരു ഓഫർ കൊടുക്കുകയാണ്. ഓക്കെ,
അപ്പൊ വൈ പറയും ഒരു 1.5 കോടി എന്റെ കയ്യിലില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് 45 ദിവസത്തിന്റെ ഉള്ളില് 1 കോടിക്ക് വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വാങ്ങിക്കോളാം, തിരിച്ചിങ്ങോട്ട് കൗണ്ടർ തിരിച്ചിങ്ങോട്ടൊക്കെ ഒരു ഓഫർ അതേ സമയത്ത് വഴി കൊടുക്കുക. എക്സ് പറഞ്ഞത് എന്താണ്, ഒരു 60 ദിവസത്തിന്റെ ഉള്ളിൽ തന്നാൽ മതി, എനിക്ക് 1.5 കോടി രൂപ വേണം ഈ വീടിന് വേണ്ടി, നിനക്ക് വാങ്ങാൻ റെഡിയാണ്, ഒരു ഓഫർ കൊടുത്തു. അപ്പൊ വൈ പറയാണ് ഞാൻ വാങ്ങിക്കോളാം, പക്ഷെ എനിക്ക് 1.5 കോടി തരാൻ പറ്റില്ല, വേണമെങ്കിൽ ഞാൻ 45 ദിവസത്തിന്റെ ഉള്ളിൽ എന്ത് തരാം, 1 കോടി തരാം. ഇത്തരത്തിലുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ള ഓഫറിനെ പറയുന്ന പേരാണ് കൗണ്ടർ ഓഫർ. ഓക്കെ, കൗണ്ടർ ഓഫർ ആണിത്. നെക്സ്റ്റ് വൺ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ജനറൽ ഓഫർ. ജനറൽ ഓഫർ എന്ന് പറയുമ്പോൾ എന്താണ്, ആർക്ക് വേണേലും അത് ആക്സെപ്റ്റ് ചെയ്യാം. ഈ ഓഫർ എന്ന് പറയുന്നത് നമ്മൾ ചില സമയത്ത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണാം അല്ലെ, ഇപ്പൊ ആഡ് കാണാം. ഈ ഒരു ഇപ്പൊ നമ്മളെ വധുവിന് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആഡ് കണ്ടില്ലേ, ആർക്കാണ് ഇത് ഇന്ന സ്പെസിഫിക് ആളുകളെ ഉദ്ദേശിച്ചിട്ടെന്നൊന്നും പറയുന്നില്ലല്ലോ. അതുപോലെ ചില ആഡ് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, ജനറൽ പബ്ലിക്കിന് ഒരു എന്താ പറയാ ലിമിറ്റേഷൻ അല്ല, ആരാണോ ഇതിനെ യോജിച്ച ആള് അവർക്ക് വേണമെങ്കിൽ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാം. ഒരു സ്പെസിഫിക് പേഴ്സണ് വിചാരിച്ചിട്ടുള്ള ആർക്ക് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ അത്തരത്തിലുള്ള ഓഫറെ പറയുന്ന പേരാണ് ജനറൽ ഓഫർ. ഓക്കെ, അപ്പോ എന്തായിരുന്നു സ്പെസിഫിക് ഓഫർ? സ്പെസിഫിക് ഓഫർ എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു സ്പെസിഫിക് പേഴ്സണെ ഇപ്പൊ ബിയോട് പറയണേ, എന്റെ കയ്യിൽ ഒരു ടി വി ഉണ്ട്, ഞാനിപ്പോ ഏതായാലും ഗൾഫിൽ പോയില്ലേ, നീ ഇതെടുത്തോ, നീ എനിക്ക് എന്ത് തന്നാ മതി, ഒരു 10,000 റുപ്പീക്ക് തന്നാ മതി എന്ന് പറഞ്ഞിട്ട് എയുടെ കയ്യിലുള്ള ടി വി ആർക്ക് കൊടുക്കാണ്, ബിക്ക് കൊടുക്കാണ് ഫോർ റുപ്പീസ് 10,000. ഇത് ബിക്ക് അല്ലേ വാങ്ങാൻ പറ്റൂ, സി എന്ന് പറയുന്ന ഒരാളെ എവിടുന്നോ കയറി വന്നിട്ട് വാങ്ങാൻ പറ്റുമോ, ഇല്ല. സോ ഇവിടെ സ്പെസിഫിക് പേഴ്സൺ ആരാണ്, എ മെൻഷൻ ചെയ്തിട്ടുള്ള ആള് ബി ആണ്. അപ്പൊ ഈ ഒരു ഓഫർ ആർക്ക് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ, ബിക്ക് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. അത്തരത്തിലുള്ള ഓഫറെ പറയുന്ന പേരാണെന്ത്, സ്പെസിഫിക് ഓഫർ. ഓക്കെ, ലാസ്റ്റ് വൺ. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റാൻഡിംഗ് ഓഫർ ഓർ ഓപ്പൺ ഓഫർ. ഓക്കെ, സ്റ്റാൻഡിംഗ് ഓഫർ ഓർ ഓപ്പൺ ഓഫർ, ദാറ്റ് ഈസ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഓഫർ. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല്, എന്താണ് സ്റ്റാൻഡിംഗ് ഓഫർ ഓർ ഓപ്പൺ ഓഫർ എന്ന് പറഞ്ഞാല്, ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡില്, ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡില് ഏതോ ഒരു പെർട്ടിക്കുലർ ഗുഡ്സ് എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾസിന്റെ സപ്ലൈ ഒരാൾക്ക് മാത്രം കൊടുക്കുക. ഓക്കെ, ഇപ്പൊ എന്താണ്, ഇപ്പൊ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഷുഗർ കെയിന്റെ ഫാക്ടറി, ഒരു ഷുഗർ ഫാക്ടറി ഉണ്ട്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്, ഇവര് എന്താ പറയാ, ഇപ്പൊ 2 വർഷത്തേക്ക് ഇവരുടെ ഓഫർ, ഇവര് എന്താ ചെയ്തത്, ഇവരുടെ ഓർഡർ മൊത്തം ഷുഗർ കെയിൻ ഇല്ലേ, കരിമ്പ് ആരോടാ വാങ്ങുന്നത്, ഒരു ലാൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഷുഗർ കെയിൻ ഉണ്ടാക്കി അവിടെ എന്താ പറയാ ഷുഗർ മീൻസ് ഇവർക്ക് ഒരു ഷുഗർ കെയിൻ ഉണ്ടാക്കി പർച്ചേസ് ചെയ്യുന്ന ഒരു ഫാമേഴ്സിന്റെ ഒരു കൂട്ടമുണ്ട്, ലാൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ കയ്യിൽ നിന്നാണ് ഇവർക്ക് വേണ്ട 2 വർഷത്തേക്ക് ഇവർക്ക് വേണ്ട എപ്പം വേണേലും എക്സ് ലിമിറ്റഡ് എന്ത് വാങ്ങും, പഞ്ചസാര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കരിമ്പ് ആരോട് വാങ്ങും, ലാൽ ലിമിറ്റഡിനോട് വാങ്ങും. ഓക്കെ, എന്നിട്ടാണ് ഇവർ അത് പ്രോസസ്സിംഗ് നടത്തിയിട്ട് എന്ത് ചെയ്യുന്നത്, ഷുഗർ ആക്കി മാറ്റുന്നത്. അപ്പോ ഇതെന്താണ്, ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡിലേക്ക് എന്താണ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഷുഗർ കെയിൻ എന്ന് പറയുന്ന ഒരു സംഗതി ഓക്കെ ആര് വാങ്ങാണ്, എക്സ് ലിമിറ്റഡ് വാങ്ങാണ്. ദെൻ ഞാനിപ്പോ ഈ എക്സ് ലിമിറ്റഡ് എന്ത് ചെയ്യുക, 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴാണോ അത്യാവശ്യം വരുന്നതെന്ന് വെച്ചാൽ ഇവരോട് അത് വാങ്ങും. ഓക്കെ, ഇത് ഇവർ പ്ലേസ്മെന്റ് നടത്തുന്നതിന്റെ ഏത് സമയം മുന്നേ ആയിട്ട് ഇത് വേണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, എക്സിനുണ്ട്. ഇപ്പൊ എക്സ് ശേഷം രണ്ടും കൂടെ കൂടുതൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് ചെയ്തു, കൂടുതൽ വാങ്ങി, ഇവരോട് കൂടുതൽ വാങ്ങി. ദെൻ അത് വേണ്ട കുറച്ച് കുറയ്ക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുവരുന്നതിന് പ്ലേസ്മെന്റ് നടത്തുന്നതിന്റെ തൊട്ട് മുന്നേ എപ്പോ വേണമെങ്കിലും ഇത് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ഈ എക്സ് ലിമിറ്റഡിനുണ്ട്. ഇത്തരത്തിലുള്ള ഓഫറിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡിംഗ് ഓഫർ. ഓക്കെ, എന്താണ് ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡിലേക്ക് റുട്ടീൻ ആയിട്ട് ഒരു എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഗുഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുന്ന ഈ ഒരു ഓഫർ അത് ആർക്കാണ് കൊടുത്തിട്ടുള്ളത്, അവരോടാണ്. എക്സ് ലിമിറ്റഡ് ആണ് ഇവിടെ ഓഫർ ആരാണ്, ലാൽ ലിമിറ്റഡ് ആണ്. ഇവരോട് വാങ്ങും ഏത് സമയത്തും, പ്ലേസ്മെന്റിന്റെ ഏത് സമയം മുന്നേ ആയിട്ടും ഇവര് പറഞ്ഞത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനും ഇങ്ങനെ ഒരു ടേമും കൂടെ സ്റ്റാൻഡിംഗ് ഓഫറിലുണ്ട്. ഓക്കെ, ഇത്രയും
ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഫർ. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എക്സ്പ്രസ് ഓഫർ. എക്സ്പ്രസ് ഓഫർ എന്ന് പറയുമ്പോൾ ബൈ വേർഡ് ഓർ ലെറ്റർ ഒന്നുകിൽ പറയാം, മനസ്സിൽ വിചാരിച്ചിട്ട് കാര്യമില്ല, അത് എക്സ്പ്രസ് ചെയ്യണം. വായോണ്ട് പറയാ അല്ലെങ്കിൽ എഴുതിയ ലെറ്റർ ആയിട്ടോ ആ ഒരു സംഗതി ഓഫറിലേക്ക് മുന്നേ ആയിട്ട് കാണിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ ഇംപ്ലൈഡ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ടെലിഫോൺ ബൂത്ത്, പറയാത്ത രീതിയിൽ മനസ്സിലാക്കി എടുക്കുക. ക്രോസ് ഓഫർ എന്ന് പറയുമ്പോൾ ഒരേ സമയം എ ബിയോട് പറയണം നീ ഇത് വാങ്ങുന്നോ, ബി എയോട് പറയണത് അറിയാണ്ട് ഞാൻ ഇത് വാങ്ങിക്കോ, ഞാൻ ഇത് വിൽക്കുവാണ് നിനക്ക് വേണോ, ഞാൻ ഇത് വാങ്ങിക്കോട്ടെ, അത് ക്രോസ് ആണ്. നെക്സ്റ്റ് വൺ കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ എന്ന് പറയുമ്പോൾ എക്സ് ഒരു സജഷൻ അങ്ങോട്ട് പോയി, എന്താണ് ഒരു ഓഫർ അങ്ങോട്ട് പോയി, 60 ദിവസത്തിന്റെ ഉള്ളിൽ 1.5 കോടിക്ക് ഞാൻ ഇത് എന്ത് ചെയ്യാം, വിൽക്കാം, നീ വാങ്ങുന്നോ. അപ്പൊ വൈ പറയാണ് 60 ദിവസം വേണ്ട, 45 ദിവസം മതി, പക്ഷെ എനിക്ക് 1 കോടി തരാനേ പറ്റൂ. അതെന്താണ്? അതൊരു കൗണ്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ജനറൽ ഓഫർ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ അഡ്വർടൈസ്മെന്റ്, ആർക്ക് വേണ്ടി, ഒരു സ്പെസിഫിക് പേഴ്സൺ വേണ്ടിയുള്ളതല്ല, ആർക്ക് വേണേലും അതിന് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് സ്പെസിഫിക് ഓഫർ. സ്പെസിഫിക് ഓഫർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ആർക്കാണോ, ഞാൻ ഇപ്പൊ എ ബിക്ക് എന്റെ ടി വി 10,000 നീ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സി കയറി വരാൻ പറ്റില്ല. ആ സ്പെസിഫിക് പേഴ്സൺ ആരാണ്? ബി ആണ്. എ ബിയോട് പറഞ്ഞാൽ അത് ബിക്ക് മാത്രമേ വാങ്ങാൻ പറ്റൂ. ഓക്കെ, ലാസ്റ്റ് വൺ സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുമ്പോൾ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് ഒരാൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ ഓഫർ ചെയ്യുക. ഓക്കെ, എന്താണ് അതിന്റെ റുട്ടീൻ ആയിട്ടുള്ള ഒരു എന്താണ് ഓർഡർ കൊടുക്കുക. ഇങ്ങനെയുള്ള ഓഫറിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയാം. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 8 and 9 ആയിട്ട് പോസിറ്റീവ് ഓഫറും നെഗറ്റീവ് ഓഫറും പറയാം. ഓക്കെ, പോസിറ്റീവ് ഓഫർ എന്താണ്? അതിന് മുന്നേ ഞാൻ ഫസ്റ്റ് എക്സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു, 2 എക്സാമ്പിൾസ്, എ ആൻഡ് ബി. എന്റെ കാറ് നീ വാങ്ങുവാണെങ്കിൽ ഇത്ര രൂപ തന്ന കാറ് നീക്ക് വാങ്ങാം, ഇതൊരു പോസിറ്റീവ് ഓഫർ ആണ്. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു, കേസ് കൊടുക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്ട്രാ ഇത് തരാം. അതെന്താണ്? നെഗറ്റീവ് ഓഫർ ആണ്. പോസിറ്റീവ് ഓഫർ എന്ന് പറയുമ്പോൾ ടു ഡു സംതിങ്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഓഫറിനെ നമ്മൾ പറയുന്ന പേരാണ് പോസിറ്റീവ് ഓഫർ. ഒരു കാര്യം abstain from doing something ആണെങ്കിൽ, abstain from doing something ആണെങ്കിൽ അങ്ങനെയുള്ള ഓഫറിനെ പറയുന്ന പേരാണ് നെഗറ്റീവ് ഓഫർ. ഓക്കെ, ഇത്രയാണ് ടൈപ്സ് ഓഫ് ഓഫർ. താങ്ക് യു.